നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 കർക്കിടക മാസം 3-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 19-ാം തീയതി രവിവാരം ഞായറാഴ്ച. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ ഷഷ്ഠി തിഥിയാണ്. നാളെ സുബ്രഹ്മണ്യ ഷഷ്ഠിയാണ്, സ്കന്ദ ഷഷ്ഠിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം. തലേ ദിവസം തന്നെ മത്സ്യമാംസങ്ങളൊക്കെ ഉപേക്ഷിച്ച് തലേ ദിവസം ഉച്ചയ്ക്ക് അരിയാഹാരം കഴിച്ച് രാത്രി അരിയാഹാരം ഉപേക്ഷിച്ച് കൊണ്ട് ഉള്ളൊരു വ്രതം. നന്നായി പ്രാർത്ഥിക്കേണ്ടത് ഓം വജത് ഭുവേ നമഃ. സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണ് ഓം വജത് ഭുവേ നമഃ. അതോടുകൂടിയുള്ള മന്ത്രമുണ്ട്. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യ മയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണം അഹം പ്രപദ്യേ. സുബ്രഹ്മണ്യൻ്റെ മന്ത്രമാകുന്നു. മൂലമന്ത്രം ഓം വജത് ഭുവേ നമഃ. ഏതായാലും നാളെ ഷഷ്ഠി തിഥിയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഷഷ്ഠിവ്രതം എടുക്കണം. കാലത്ത് സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ട അരിപ്പായസം, വെല്ലം കൂടിയ പായസം നന്നായി സുബ്രഹ്മണ്യന് വേണ്ടി തയ്യാറാക്കുക. ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുക. മണം വരാൻ പാടില്ല. മൂടി വയ്ക്കുക ഇല കൊണ്ട്. എന്നിട്ട് സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് കാലത്ത് തന്നെ ഓം വജത് ഭുവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി സുബ്രഹ്മണ്യ പ്രീതി ചെയ്യണം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. മക്കളുടെ ശ്രേയസ്സിന്, അവരുടെ പഠനത്തിന്, അല്ലെങ്കിൽ മക്കളുടെ വിവാഹ മംഗള കർമ്മത്തിന്, അതുമല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ പഠനം കഴിഞ്ഞ് ജോലിയിലെ മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഷഷ്ഠിവ്രതം സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് വളരെ അനുകൂലമാണെന്നറിയുക. മക്കളുടെ ശ്രേയസ്സിന് മാതാപിതാക്കൾ അനുഷ്ഠിക്കുന്ന ഏറ്റവും നല്ല വ്രതമാകുന്നു ഷഷ്ഠിവ്രതമെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല. അതിനാൽ നാളത്തെ ദിനം എല്ലാവിധ മംഗള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാളത്തെ മറ്റൊരു പ്രത്യേകത, നാളെ ഉത്രം നക്ഷത്രമാണ്. ഉത്രം ഏറ്റവും പവർഫുള്ളായ നക്ഷത്രമാണ്. ഉത്രത്രയത്തിൽ പെടുന്നു. 9 നക്ഷത്രങ്ങളുണ്ട് ഉത്രം നക്ഷത്രത്തിൻ്റെ കൂടെ. ഉത്രത്രയത്തിൽ പെടുന്നത് ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാളത്തെ ദിനം വളരെ അനുകൂലമാണ്. പക്ഷേ ഒരു കാര്യം, വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളുണ്ട് ജ്യോതിഷത്തിൽ. കൃത്രിക, ഭാഗ്യം, മൂലാശ്ച, മക, ചിത്രാച, രേവതി. കൃത്രിക എന്നാൽ കാർത്തിക, ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ 6 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തച്ഛേഷന്തു വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ആചാര്യന്മാർ പറയുന്നു. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നാളത്തെ ദിനം വാങ്ങലും കൊടുക്കലും സാമ്പത്തികമായ വിനിമയങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ കാര്യങ്ങൾക്കും ഉത്രം നക്ഷത്രം വളരെ അനുകൂലമാണെന്ന് അറിയുക. ഞായറാഴ്ചയാണ്, ഉത്രം നക്ഷത്രമാണ്. നിങ്ങൾ നാളെ പോകേണ്ടത് ശിവക്ഷേത്രത്തിലാണ്. അവിടെ കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യണം. അപ്രകാരം തന്നെ ശിവന് പ്രിയപ്പെട്ട ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം. ഓം നമ ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് നാളത്തെ ദിനത്തെ ധന്യമാക്കണം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. ആദിത്യ ഹൃദയ മന്ത്രം ഏറ്റവും നല്ല ഒരു മെഡിസിനാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് 7:15 മുതൽ 8 മണി വരെയുള്ള സമയം. അപ്രകാരം തന്നെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും സമയങ്ങളുണ്ട്. എന്നാൽ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട വിഷയം ഒരു ഉപേക്ഷയും കാണിക്കരുത്. അവിടെ ഷഷ്ഠിവ്രതം എടുക്കുക. നന്ദി, നമസ്തേ.